ലോകത്തിൽ തന്നെ ഇതുവരെ എവിടെയും കാണാത്ത ഒരു പള്ളിയാണ് നമ്മുടെ എറവ് സെൻറ്റ് തെരേസാസ് ചർച്ച്. കപ്പൽ പള്ളി എന്നാണ് ഇതറിയപ്പെടുന്നത്. അച്ഛാ, എങ്ങനെയാണ് ഇവിടുത്തെ പള്ളിയിലെ വിശേഷങ്ങളൊക്കെ? ഇത് ഒരു 40 വർഷം മുന്നേ അന്നത്തെ വികാരിയായിരുന്ന ഒരു വിൻസെൻഷ്യൽ ഫാദറാണ്, ഇമ്മാനുവൽ റാത്തപ്പള്ളി എന്ന് പറയുന്നൊരു അച്ഛനാണ് ഇത് ഡിസൈൻ ചെയ്തത്. അത് കപ്പൽപ്പള്ളിയുടെ മോഡൽ ഡിസൈൻ ചെയ്യാനുള്ളൊരു കാരണം ഞാൻ പറഞ്ഞു കേട്ടിരിക്കുക, നമ്മുടെ ക്രൈസ്തവരൊക്കെ അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും അങ്ങേ ലോകത്തേക്ക് യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ വഞ്ചിയിൽ യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു നൗകയിൽ യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ നോഹിൻ്റെ പെട്ടകം എന്നുള്ള പലതരത്തിലുള്ള കോൺസെപ്റ്റുകൾ ബൈബിളിൽ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്കാണ്, ഇതൊരു തീർത്ഥാടന സഭയാണ്, നമ്മുടെ ഈ ലോകത്തിലെ സഭ എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഈ കപ്പൽ നിർമ്മിച്ചിരിക്കുന്നതാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് കപ്പലിൻ്റെ ഷേപ്പിൽ ലോകത്തിലുള്ള ഒരേ ഒരു മോഡൽ, ഫുള്ളായിട്ടും കപ്പലിൻ്റെ ഷേപ്പിൽ ഉള്ളൊരു മോഡൽ ഇത് മാത്രമാണ്. അതുകൊണ്ടാണ് ഇതിനെ കപ്പൽപ്പള്ളി എന്നറിയപ്പെടുക. പക്ഷേ ഇതിൻ്റെ പേര് സെൻറ്റ് തെരേസാസ് ചർച്ച് എറവ് എന്നാണ്. എറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാടിൻ്റെ അരിമ്പൂർ ദേശത്തെ ഇറക്കമായിട്ടുള്ള സ്ഥലമാണിത്. അതുകൊണ്ടാണ് എറവ് എന്ന് അറിയപ്പെടുന്നത്. എത്ര ഇടവകങ്ങളാണ് ഈ ഇടവകയിലുള്ളത്? ഇപ്പോൾ 1100 മുകളിൽ കുടുംബങ്ങളുണ്ട്. തീരദേശത്തുനിന്നൊക്കെ പല കുടുംബങ്ങൾ ഇവിടെ വന്ന് താമസാക്കിയിട്ടുണ്ട്. 40 കൊല്ലം മുന്നേ ഈ കപ്പൽ ഉണ്ടാക്കുമ്പോൾ 226 കുടുംബങ്ങളായിരുന്നു. ഇപ്പം അച്ഛൻ പറഞ്ഞല്ലോ 1200ഓളം കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ പുതിയ പള്ളി പണിയാൻ പോവാന്നും പറഞ്ഞു. അപ്പം ഈ പള്ളി പൊളിച്ചിട്ടാണോ പുതിയ പള്ളി? ഒരിക്കലും ഇല്ല. കാരണം നമ്മളൊരു മോണ്യുമെൻ്റൽ വാല്യൂ ഉള്ള ഒരു വലിയ കോൺസെപ്റ്റാണ്. ഈ നാട് തന്നെ പറയപ്പെടുന്നത് കപ്പൽപ്പള്ളി എന്നാണ്, ലാൻഡ്മാർക്കായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊരു മോണ്യുമെൻ്റൽ വാല്യൂ ഉള്ളതുകൊണ്ട് തന്നെ അതൊരു ഹിസ്റ്റോറിക്കൽ നോട്ടായിട്ട് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനടുത്ത് തത്തുല്യമായിട്ട് ഇത്രയും ആളുകളുടെ സൗകര്യത്തിനനുസരിച്ച് വളരെ സിമ്പിളായിട്ടുള്ള ആളുകൾക്ക് സ്വസ്ഥമായിരുന്നു പ്രാർത്ഥിക്കാവുന്ന ഒരു ദേവാലയം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇപ്പോൾ ആളുകൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്, പ്രാർത്ഥിച്ചു തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. കാലത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവം ഇടപെടാമെന്ന് ചെയ്യട്ടെ എന്ന് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നുള്ളൂ. ലോകത്തിലാകെ ഒരു പള്ളിയുള്ളൂ ഇങ്ങനെ കപ്പൽ പള്ളി എന്ന് പേരായിട്ട്. അപ്പോൾ ഒരുപാട് സന്ദർശകർ ഇവിടെ വരാറുണ്ടോ? ഒരുപാട് തീർത്ഥാടകരെ ഇവിടേക്ക് വരുന്നുണ്ട്. അത് സ്പിരിച്വൽ തീർത്ഥാടകർ മാത്രമല്ല, വിനോദസഞ്ചാരികൾ, ഇൻ്റർനാഷണൽ ട്രാവലേഴ്സ്, ബ്ലോഗേഴ്സ് ഒരുപാട് പേര് വരുന്നു. പിന്നെ ഒരു പ്രത്യേകതയുള്ളത്, നോമ്പ് കാലത്ത് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും അടക്കം ഒരുപാട് തീർത്ഥാടകരുടെ പ്രളയമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വെറുതെ എൻ്റെ ഒരു കൗതുകത്തിന് കാൽക്കുലേറ്റ് നോക്കിയപ്പോൾ ഒരു 92 വണ്ടികൾ, വലിയ ബസ്സുകൾ ഇവിടെ വന്നു പോകാനിട വന്നിട്ടുണ്ട്. ഒപ്പം കാറ്റീസം പഠിക്കുന്ന പല കുട്ടികളും ഒരു കൗതുകത്തിന് പുറത്ത്, പിന്നെ ഇവിടെ തീരദേശത്ത് കടൽ കാണാൻ പോകുന്നവരൊക്കെ ഇഷ്ടംപോലെ വണ്ടികൾ വന്നിറങ്ങി പ്രാർത്ഥിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ 2 തരത്തിലും ഇതിന് ഒരു പ്രാധാന്യമുണ്ട്. കാരണം ഒരു സ്ട്രക്ചറൽ വാല്യൂ, ഒപ്പം ഒരു സ്പിരിച്വൽ സെൻറ്റർ. കാരണം കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ റോസാപ്പൂക്കളുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഇടവകയാണ്. ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ കൊച്ചു ത്രേസ്യ പുണ്യവതി വഴി ഇവിടുന്ന് ലഭിക്കുന്നുണ്ട് ആളുകൾക്ക്. അതുകൊണ്ട് അതിൻ്റെ മാധ്യസ്ഥം തേടി ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. ജനുവരിയിൽ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് റോസാപ്പൂക്കൾ വിതരണം ചെയ്യുക വരുന്ന എല്ലാവർക്കും. അതിനോടനുബന്ധിച്ച് പെരുന്നാൾ ആരംഭിക്കുകയാണ്. അതാണ് കപ്പൽപ്പള്ളിയുടെ വേറെ ഒരു ചരിത്രം കൂടെ. ഒരു ഇടവക എന്ന നിലയിൽ ഇവിടെ കാറ്റീസം, പിന്നെ നമ്മുടെ പാരൻസിൻ്റെ അങ്ങനെ എല്ലാ സംഘടനകളും ഉണ്ടോ? എല്ലാ സംഘടനയും ഉണ്ട്. കാറ്റീസിന് 1000 കുട്ടികളുണ്ട്. വളരെ ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു പാരിഷാണിത്. ഒരുപാട് പുതിയ കുടുംബങ്ങൾ വരുന്നു, യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുടുംബങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനെ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഇടവകയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.